ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രതിനിധികളായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് ഭൗതിക ലോകമാണ്, ആഡംബരത്തിന്റെ ലോകമാണ്, ആസ്വാദനങ്ങളുടെ ലോകമാണ്. അതിലേക്ക് നിങ്ങൾ മുറുകെ പോകരുതേ. ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ നിങ്ങൾ മുഴുകി പോകരുതേ. നിങ്ങൾ പരിപൂർണമായി നിലകൊള്ളണേ. നിങ്ങൾ ഭൗതിക ലോകത്തെ സൂക്ഷിക്കണേ. വത്തഖുൻ നിസാ, അന്യ സ്ത്രീകളുമായിട്ടുള്ള ഇടപെടലുകൾ സൂക്ഷിക്കണേ. എത്രയോ കച്ചവടക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. ആ കച്ചവട സ്ഥാപനങ്ങൾ ജോലി ചെയ്യാൻ വന്നിരിക്കുന്ന സഹോദരിമാരുമായി അടുത്തിടപഴകി പിഴച്ചു പോയവരില്ലയോ? സ്വന്തം ഭാര്യയെ മറന്നുകൊണ്ട് അന്യരാകുന്ന സഹോദരിമാരുമായി ചങ്ങാത്തം മുൽകിയതാകുന്ന എത്രയോ കച്ചവടക്കാരുണ്ട്. അവസാനം അവരുടെ സമ്പത്തും അവരുടെ സൗഭാഗ്യം മുഴുവനും എഴുതി വെക്കാതെ ഞാൻ പോകൂല എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കടന്ന് ശരീരം പങ്കിട്ടതാകുന്ന ഫോട്ടോകൾ ഞാൻ ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് സമ്പത്ത് തട്ടിയെടുക്കുന്നതായ ഒരു യുഗത്തിലല്ലേ ഇന്ന് സമൂഹം നാകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ. ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളിലേക്ക്, ആസ്വാദനങ്ങളിലേക്ക് നിങ്ങൾ എടുത്തു ചാടരുതേ. മക്കൾക്ക് കൊടുക്കുന്നതാകുന്ന മുഴുവൻ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പതിപ്പിക്കണേ. അവരുടെ കൈകളിൽ ഒരു മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ എവിടുന്നാണ് നിനക്കിതിന് പൈസ കിട്ടിയത്? അവരുടെ ശരീരത്തിൽ ഒരു പുതുവസ്ത്രം കണ്ടു കഴിഞ്ഞാൽ, നിനക്കറിയാത്ത രീതിയിൽ ഒരു ചെരുപ്പ് അവൾ ധരിച്ചത് കണ്ടാലും ചോദിക്കാൻ നീ മടിക്കരുതേ. എവിടുന്നാണ് കിട്ടിയത് പൊന്നുമോളെ? മാതാപിതാക്കൾ ചോദിക്കേണ്ട കാലഘട്ടമാണ്. കാരണം എത്രയോ ചെറുപ്പക്കാരുണ്ട് വല വീശി പിടിക്കാൻ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരിമാരുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ, അവരെ ഉന്മൂലനം ചെയ്യുവാൻ, അവരെ തേജോവധം ചെയ്യുവാൻ, അവരുടെ കുടുംബത്തിന്റെ സമ്പത്ത് കണ്ടിട്ട്, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി ദേശത്തുള്ളതാകുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ സാമ്പത്തിക സ്രോതസ് തിരിച്ചറിഞ്ഞുകൊണ്ട് വാപ്പ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന മുഴുവൻ സമ്പാദ്യവും ഈ മകൾക്കുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവളെ പിഴപ്പിക്കാൻ വേണ്ടി ഒരുമിക്കുന്നതായ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. അവർ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയാണ്. നീ അറിയാതെ എത്രയോ ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയി നിരങ്ങുകയാണ്. നീ അറിയാതെ എത്രയോ ബീച്ച് റോഡുകളിൽ കൊണ്ടുപോയി നിരങ്ങുകയാണ്. നീ അറിയാതെ എത്രയോ രാവുകളിൽ പരസ്യമായി രഹസ്യമായി ഫോൺ വിളിക്കുകയാണ്. നീ അറിയാതെ, നീ പോലും അറിയാതെ മൊബൈൽ ഫോൺ അവൾക്ക് ഇവൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നീ അറിയാതെ രാത്രിയുടെ യാമങ്ങൾ റൂമിനകത്തിരുന്നു കൊണ്ട് അവൾ കാമുകനുമായി ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ ചാറ്റിംഗ് നടത്തുന്നുണ്ട്. നീ അറിയാതെ IMIയിലൂടെ കണ്ടുവിളിക്കുന്നുണ്ട്. നീ അറിയാതെ അവളുമായി ചാറ്റിംഗ് നടത്തുന്നുണ്ട്. നീ അറിയാതെ രഹസ്യമായി വീഴ്ച നടത്തുന്നുണ്ട്. നീ വാതിന് വേണ്ടി പോകുന്ന സമയത്ത് നിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ മോശമായ രീതിയിലുള്ളതായ സംഭവവികാസങ്ങൾ അരങ്ങേറുന്നുണ്ട്. നീ കടയിൽ പോകുമ്പോ, നീ കമ്പോളത്തിൽ പോകുമ്പോ, എനിക്ക് സമയമില്ല, എനിക്ക് വേദനയാണ്, കൈകാലുകൾ വേദനയാണ്. നീ കൊച്ചാപ്പയുടെ മകളുടെ കല്യാണത്തിന് പോകുമ്പോൾ പോലും നിന്റെ മകളെ കൂടെ വിളിക്കുമ്പോ അവള് പറയുകയാണ്, വാപ്പാ ഉമ്മ എനിക്ക് കൈവേദനയാണ്, കാലുവേദനയാണ്, എനിക്ക് ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന മക്കളില്ലയോ? വാതിന്റെ സദസ്സിലേക്ക് മാതാപിതാക്കൾ ക്ഷണിക്കുമ്പോ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പനി അഭിനയിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുന്നതായ സഹോദരിമാര് തന്റെ പ്രിയപ്പെട്ട കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തി മാതാപിതാക്കളെ ചതിക്കുന്നതായ മുസ്ലിം സഹോദരിമാര്, സ്വന്തം സഹോദരങ്ങളെ ചതിക്കുന്നവർ, ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറായി നിലകൊള്ളുന്നതായ സഹോദരങ്ങളുണ്ടവൾക്ക്. അവരെ പോലും ചതിച്ചുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്താൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത സഹോദരിമാരുണ്ടായി പോയില്ലയോ? പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അവൻ കൊടുത്താകുന്ന വസ്ത്രമാണ്. അവനാണ് നെറ്റ് റീചാർജ് ചെയ്യുന്നത്. നീ ഓർക്കും ഈ മൊബൈൽ ഫോണിൽ എന്റെ മകൾ നെറ്റ് റീചാർജ് ചെയ്യുന്നില്ലല്ലോ, മൊബൈൽ ഫോണുണ്ട്, പക്ഷെ അത് അവൾക്കൂടെ കൂട്ടുകാരികളെ വിളിക്കാനാണെന്ന് പറഞ്ഞ് മക്കൾക്ക് അനുവദിച്ചു കൊടുക്കുന്നവരെ പൊട്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്. അബദ്ധജടിലമാകുന്ന വാദങ്ങളാണ് മക്കൾ നിങ്ങളോട് ഉന്നയിക്കുന്നത്. പാതിരാത്രി സമയത്ത് ആരും അറിയാതെ രഹസ്യമായ കാമുകന്മാരുമായി ഫോൺ വിളിയിലാണ്. എന്തിനാണ് 8ലും 10ലും +1ലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ എന്തിനാണ്? ഫേസ്ബുക്ക് എന്തിനാണ്? വാട്സാപ്പിലൂടെയുള്ള ചാറ്റിംഗ് എന്തിനാണ്? ആരോടാണിത് പറയുന്നത്?
പറഞ്ഞത് 40 കഴിയുന്ന ഉമ്മമാരാണ് ഇന്ന് ടിക്ടോക്കിന്റെ ലോകത്ത് വിഹരിക്കുന്നത്. മക്കളെ മുൻനിർത്തിയിട്ട് ടിക്ടോക്ക് കളിക്കാൻ വേണ്ടി മൊബൈൽ ഫോണ് പിടിച്ചു കൊടുക്കുന്നത് 50-60 വയസ്സുള്ളതായ ഉമ്മമാരാണ്. എനിക്ക് കൂടി കളിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ട് മകളോടൊപ്പം ഒരുമിച്ചിരുന്നുകൊണ്ട് ഡിസ്കോ ബ്രേക്കുകൾ ഇടുന്നത് 60-ന്റെയും 40-ന്റെയും ഇടയിലുള്ള സഹോദരിമാരാണ്. നാണമില്ലേ മുസ്ലിം സഹോദരിമാരെ? തലമറച്ചതാകുന്ന പറുധരിച്ചതാകുന്ന മുസ്ലിം നാമധാരികളാകുന്ന സഹോദരിമാര് ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പേര് കേൾക്കുമ്പോ ഈ നാട്ടിൽ വലിയ വിലയായിരുന്നു. നിങ്ങളുടെ വാപ്പ ഇന്ന ഹാജി ആരാണ്, നിങ്ങളുടെ ഉമ്മ ഹജ്ജ് ഉമ്മ ചെയ്തതാണ്, 10 ഹജ്ജ് ചെയ്തതായ ഉമ്മയുടെ മകളാണ്, 10 ഉംറ ചെയ്തതാകുന്ന സഹോദരിയുടെ മകളാണ്. പക്ഷേ മക്കളുടെ പോക്കേത് നിലക്കാണ്? ഹറാമായ ശൈലിയാണ്, ഹറാമായ പ്രവർത്തനമാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്താൻ വാളിന്റെ രാവുകളെ ഉപയോഗിക്കുന്നതാകുന്ന 40-ന്റെയും 50-ന്റെയും ഇടയിലുള്ളതാകുന്ന എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട്. 4-5 മക്കളുണ്ടായിട്ട് പോലും ഗതികടാത്ത രീതിയിലുള്ള പ്രവർത്തനമല്ലയോ മുസ്ലിം സഹോദരിമാരിൽ നിന്നുള്ളത്? നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്നി ലഉബ്ഗിദുൽ മർആ തഖ്റുജു മിൻ ബൈതിഹാ തജറു ദൈലഹാ വതസ്തകി അൻ സൗജിഹാ. ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്, വല്ലാത്ത ക്രോധമാണ്. ഏത് പെണ്ണെന്നറിയുമോ? അവൾ പാതിരാത്രി സമയമെന്നില്ല, പകൽ സമയമായിരുന്നാലും ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി, തൊട്ട് പിറകെ സാരി ചുറ്റിയിട്ട് അവൾ ഇറങ്ങുകയാണ്. ഭർത്താവ് വീട്ടിൽ നിന്ന് കച്ചവടത്തിന് പോയാൽ മതി, തൊട്ട് പിറകെ പർദ്ദ ധരിച്ചുകൊണ്ട് ഒരു കൊട പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. എന്തിനാണ്? കമ്പോളങ്ങളിൽ നിറങ്ങുകയാണ്. തന്റെ പ്രിയപ്പെട്ട കാമുകന്മാരുമായി, അന്യരാകുന്ന ചെറുപ്പക്കാരുമായി, അന്യരാകുന്ന സഹോദരങ്ങളുമായി സൊറ പറയാനാണ് അവൾ ഇറങ്ങുന്നത്. അത്തരത്തിൽ കറങ്ങി നടക്കുന്ന പെണ്ണിനെ എനിക്ക് കാണേണ്ടതില്ല. ഇന്നീ ലൗ ബഗളഹാ, എനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യമാണ്. 1400 വർഷം മുമ്പ് മുത്തുനബി പറയുമ്പോ അത്തരത്തിലുള്ള സ്ത്രീകളില്ലായിരുന്നു. റസൂലുള്ളാഹി പറയുകയാണ്, ഇനി ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിലുള്ള മുസ്ലിം സഹോദരിമാരുടെ അവസ്ഥയാണ് ഇന്നീല ഉബ്ഗിദുൽ മർആ തഖ്റുജു മിൻ ബൈതിഹാ. സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഉടയാടകൾ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയാണ്. അർദ്ധനഗ്നിയായി പൊക്കുളിച്ചുഴി കാണിച്ചുകൊണ്ട്, മാരടത്തിന്റെ പകുതി കാണിച്ചുകൊണ്ട്, പുറം ഭാഗം കാണിച്ചുകൊണ്ട്, ശരീരത്തിന്റെ മാർദ്ദവമുള്ള സ്ഥലങ്ങളിൽ മോശമായ വസ്ത്രവിധാനം ധരിച്ചുകൊണ്ട്, ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങളെ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് നടക്കുന്നതായ ഭാര്യ, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാൻ മടിയില്ലാത്തതായ ഭാര്യ, പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലെ തവൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടുന്ന പാവപ്പെട്ട ഭർത്താവ്, സൗദിയിലെ സ്വദേശിവൽക്കരണം വന്നിട്ട് പോലും എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അറബിയുടെ കാല് പിടിച്ച്, അറബിയുടെ കാറ് കഴുകിക്കൊടുത്ത്, അറബിയെ വല്ലാതെ നിർബന്ധിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാ, കാരണം എനിക്ക് 4 പെൺമക്കളാണ്, എന്റെ പാവപ്പെട്ട ഭാര്യ, എന്റെ കുടുംബം അനാഥമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവൻ അറിയുന്നുണ്ടോ? നിന്റെ ഭാര്യ ഇതാ അടിച്ചു പൊളിക്കുകയാണ്, നീ കൊടുക്കുന്ന പൈസയ്ക്ക് വിലയില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സ്ത്രീകൾ നരകത്തിലാണ്. ഒരു കൂട്ടം സ്ത്രീകളെ ഞാൻ നരകത്തിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, റഅയ്തുന്നാർ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. കത്തിച്ചൊലിക്കുന്നതായ നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഭീകരമല്ലയോ നരകം? മുകളിൽ വല്ലാത്ത ചൂടാണ്, താഴെ വല്ലാത്ത ചൂടാണ്. താഴെ ഇതാ ചെമ്പ് നൽകിയിരിക്കുകയാണ്, മുകളിതാ ഈയത്തിനാൽ നൽകിയിരിക്കുകയാണ്. ചുറ്റും മുഴുവനും ഗന്ധകമാണ്, കറുത്ത പുകപടലമാണ്, ആരും പരസ്പരം കാണുകയില്ല. വല്ലാത്ത ചൂടാണ്. എന്തുകൊണ്ടാണ്? വഖൂദുഹാ അന്നാസു വൽ ഹിജാറ.
ഭീമാകാരമാകുന്ന പാറക്കല്ലുകൾ ഇട്ടുകൊണ്ടാണ് നരകത്തെ അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നത്. ദുഷിച്ചതാകുന്ന ജനങ്ങളെ വെച്ചുകൊണ്ടാണ് നരകത്തെ അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നത്. ആ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇടുമോ? ആ നരകത്തിൽ റസൂലുള്ള പറയുകയാണ്, മിഅ്റാജിന്റെ രാവിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയ സഹാബ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ, അതിൽ കണ്ടത് സ്ത്രീവർഗത്തെയാണ്. ഏറ്റവും കൂടുതൽ നരകത്തിൽ ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്. എൻ്റെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളി ദേശത്തുള്ള സഹോദരിമാരെ, കുമ്മനം ഉസ്താദിനോട് നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. എന്തേ ഞങ്ങളെ ക്രൂശിക്കുകയാണോ? അല്ല, ഞാൻ അടച്ചു പറയുകയാണ്. മുസ്ലിം സഹോദരങ്ങളോടൊപ്പം മുസ്ലിം സഹോദരിമാരോട്, എന്നോടും എൻ്റെ കുടുംബത്തോടും ലോകത്തുള്ള മുഴുവൻ വിശ്വാസി സമൂഹത്തോടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞ വാക്ക് മാത്രമാണ് പറയുന്നത്. ആ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എന്ത് കാരണം കൊണ്ടാണ് സ്ത്രീകളെ നരകത്തിൽ കൂടുതലായി കണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബാ ബൽ യുക്ഫിർനൽ അശീർ, അല്ലാഹുവിനെ എതിർത്തുവെന്ന് മാത്രമല്ല, നമസ്കാരങ്ങൾ ചിട്ടവെക്കാതിരുന്നു എന്ന് മാത്രമല്ല, നോമ്പുകൾ പിടിക്കാതിരുന്നു എന്ന് മാത്രമല്ല, പാപങ്ങളുടെ കണ്ണീരൊപ്പാതിരുന്നു എന്ന് മാത്രമല്ല, സ്വന്തം ശരീരത്തിന്റെ കാമം തീർക്കാൻ വേണ്ടി കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്തിയവരാണ്. ആർക്കാണ് പറയാൻ സാധിക്കുക? ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്ന സഹോദരിമാരുണ്ടോ? അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം അനിവാര്യമാക്കിയിരിക്കുകയാണ്. എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട് സിനിമാ നടന്മാരെ കാണാൻ രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവൻ ഏതെങ്കിലും കടയിൽ കാണിക്കാൻ ദുൽഖർ സൽമാൻ വരുന്നുണ്ടോ, മോഹൻലാൽ വരുന്നുണ്ടോ, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ദേശത്ത് മാസങ്ങളായി ഫ്ലക്സ് ബോർഡുകൾ വരുന്നു. അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി. ചെറുപ്പക്കാരാ, നീ എന്തിനാണടാ ഉറക്കമഴിക്കുന്നത്? നിനക്ക് റസൂലുള്ളാഹിയുടെ തിരുസുന്നത്ത് വേണ്ടേ? ആരാണ് റസൂല്? ഈ ദുൽഖർ സൽമാനിനേക്കാൾ, മോഹൻലാലിനേക്കാൾ, സിനിമാ നടന്മാരെക്കാൾ, സിനിമാ നടിമാരെക്കാൾ ഇവരൊക്കെ മാസങ്ങളോളം മണിക്കൂറുകളോളം ബ്യൂട്ടീഷ്യന്റെ മുന്നിൽ ഇരുന്നിട്ടല്ലേ അവർക്ക് ആ സൗന്ദര്യം കിട്ടിയത്. എന്നാൽ ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ എത്ര വലിയ സൗന്ദര്യത്തിന്റെ സ്വരൂപനാണ്. ആയിഷ ബീവി പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഞാൻ തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് വീഴുകയാണ്. ഇരുട്ടിൽ ഞാൻ തപ്പോയാണ്. ഇരുട്ടാണ് എൻ്റെ വീട്, ചെറിയ വീടാണ്. 8 മുഴം നീളം 10 മുഴം വീതിയുള്ളതാകുന്ന ആ ചെറിയ വീടിനകത്തിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ തുണി തയ്ച്ചു കൊണ്ടിരിക്കുമ്പോ എൻ്റെ സൂചി നിലത്ത് വീണുപോയി. ആ സൂചിയും എടുക്കാൻ വേണ്ടി ഞാൻ പരതുമ്പോ അല്ലാഹുവിന്റെ റസൂല് വാതിക്കലേക്ക് വന്ന് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രവാചകന്റെ ശരീരത്തിൽ നടിച്ചു വീശിയ പ്രഭയുടെ കാരണമായിട്ട്, വെളിച്ചം കാരണമായിട്ട് ചെറിയ സൂചി പോലും എനിക്കെന്റെ ഇരുട്ടിന്റെ മുറിയിൽ നിന്നെടുക്കാൻ സാധിച്ചുവെന്ന് ആയിഷ ബീവി വിവേചനം ചെയ്യുമ്പോ എത്ര വലിയ സൗന്ദര്യത്തിന്റെ സ്വരൂപനാണ് മുത്തുനബി. ആ പ്രവാചകനെ മറന്നുകൊണ്ട് പ്രവാചകന്റെ തിരുസുന്നത്തുകളെ കാറ്റിൽ പറത്തി പ്രവാചകൻ ചെയ്യരുത് എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്ന് കള്ളുകുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് മുടി ക്രോപ്പ് ചെയ്ത് ഹറാമുകൾ പ്രവർത്തിച്ച് കാമുകന്മാരുമായി ഭാഷണം നടത്തി കാമുകിയുമായി രഹസ്യമായി വേഴ്ച നടത്തി എല്ലാ റിലീസിന്റെ പടങ്ങൾ കണ്ട് എല്ലാ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ട് ഏത് സിനിമ ഇറങ്ങിയാലും റിലീസിന്റെ ദിവസം തന്നെ പോണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് അതിനുവേണ്ടി കൂട്ടുകാരും ഒന്നിച്ചു പോയി എല്ലാ പടങ്ങളും മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് രാത്രി മുഴുവൻ ഹെഡ്സെറ്റ് ഇട്ടുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ട് മോശപ്പെട്ട ഫിലിമുകൾ മുഴുവനും കണ്ട് രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ കാമുകന്മാരുമായി രഹസ്യമായി ഭാഷണം നടത്തി നേരം വെളുക്കുന്നത് വരെ സംസാരിച്ച് അവസാനം നായയെ പോലെ സുബഹി നമസ്കരിക്കാതെ സുബഹിയുടെ സമയത്ത് പോത്തുപോലെ കടന്നുറങ്ങി 11 മണി വരെ ഉറക്കം നടന്ന് ഈ നാടിനും വേണ്ട കുടുംബത്തിനും വേണ്ട നാട്ടുകാർക്കും ഒരു ഉപകാരമില്ലാതെ ഈ ഭൗതിക
ലോകത്ത് അടിച്ചു പൊളിച്ച് മോശപ്പെട്ട വസ്ത്രവിധാനത്തിലൂടെ നടക്കുന്നവരെ വെള്ള വസ്ത്രം റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ വസ്ത്രവിധാനം ശരീരത്തിൽ ഇന്ന് വരെ ധരിക്കാതെ ഒരു ജോഡി പോലും വെള്ള വസ്ത്രം ഇന്ന് വരെ വാങ്ങാതെ സർവ്വ ഹറാമുകൾക്ക് കൂട്ടുനിന്ന് ഏത് ഗാനമേളയുണ്ടോ, ഏത് സിനിമാ നടൻ വരുന്നുണ്ടോ, ഏത് സിനിമാ നടി എന്ത് പറയുന്നുണ്ടോ ആ ടിപ്സ് എല്ലാം അതേപോലെ എഴുതി വെച്ച് മനഃപ്പാഠമാക്കി അതെല്ലാം കൃത്യമായി അമൽ ചെയ്ത് റസൂലുള്ളാഹിയുടെ വാക്കിന് വില കൊടുക്കാതെ, അള്ളാഹുവിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ, പ്രവാചകന്മാരുടെ വചനങ്ങളെ പരിപൂർണമായി അവഗണിച്ച് ദീനിനെ അവഗണിച്ച് സർവ്വ ഹറാമുകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് അന്യരാകുന്ന ചെറുപ്പക്കാരോടൊപ്പം ഇറങ്ങിപ്പോകുന്നതായ സഹോദരിമാരെ, എവിടുന്നാണ് നിനക്ക് സ്വർഗം കിട്ടുക? ആയിഷ ബീവി പോയ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ? ഫാത്തിമ ബീവി പറഞ്ഞ സ്വർഗത്തിലേക്ക്, അവര് തിക്കത്ത് നൽകുന്ന സ്വർഗത്തിലേക്ക്, ഉമ്മു സലീം ബീവി പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കൊന്ന് പോകാൻ പറ്റുമോ? ആരാണ് ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹാ? ഒരു ചെറിയ വ്യക്തിയല്ലയോ, ഒരു ചെറിയ വ്യക്തിത്വമല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോ മദീന നിവാസികളാകുന്ന മുഴുവൻ സഹോദരങ്ങളും എല്ലാവരും അവർക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുകയാണ്. എന്ത് വേണം റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ റെഡിയാവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന പ്രവാചകന് എന്ത് കൊടുക്കാനും റെഡിയായി മദീന നിവാസികൾ നിൽക്കുമ്പോ ഉമ്മു സലീം ബീവി റളിയല്ലാഹു തആല മഹദി അവറുകൾ കൊണ്ടുവന്ന് കൊടുത്തത് 6 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോന് അനസിനെയാണ്. എൻ്റെ റസൂലേ, എൻ്റെ കയ്യിൽ ഈ മകനെയല്ലാതെ മറ്റൊന്നുമില്ല റസൂലേ, ഈ മകനെ സ്വാലിഹാക്കി കിട്ടണം റസൂലേ, അവിടുത്തേക്ക് ഖിദ്മത്തിനായി ഞാൻ ഈ മകനെ നൽകുകയാണ് റസൂലേ. 6 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ കൊണ്ടുപോയി കൊടുത്തു. ആ മകൻ 10 വർഷം ഖിദ്മത്തെടുത്തു. 16 വയസ്സിലാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നത്. മനസ്സിലാക്കണം, ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം പുൽകിയ മഹദിയാണ്. ഉമ്മു സലീം ബീവി മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ വല്ലാത്ത സന്തോഷത്തിൽ നിലകൊണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്നു തന്റെ പ്രിയപ്പെട്ട മകനെ കൊടുത്തു. വേറൊന്നും കൊടുക്കാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മകനെ ഏറ്റെടുത്തു. 6 വയസ്സേ ഉള്ളൂ. ആ മകൻ 16 വയസ്സ് വരെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്നിട്ട് അവസാനം പറഞ്ഞൊരു വാക്ക് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. പഠിക്കേണ്ട വാക്കാണ്. റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ മദ്ഹായിട്ട് ഈ ഒരൊറ്റ വചനം മനസ്സിൽ തറക്കേണ്ടതാണ്. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, ഖദംതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്ത്, 10 കൊല്ലം ഞാൻ റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുത്തു, സേവനം ചെയ്തു. ഫമാ ഖാല ലി ലിമ സനഅത ഹകദാ വലിമ ലം തസ്നഅ ഹകദാ. എന്നോട് റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല, നീ എന്താടാ അങ്ങനെ ചെയ്യാതിരുന്നത്, നീ എന്താ അത് ചെയ്യാതിരുന്നത്, അല്ല എന്താ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് നബി എന്നോട് ചോദിച്ചിട്ടില്ല. ആ കുട്ടി പറയാൻ 10 വർഷം, അതായത് ഞാൻ പറഞ്ഞത് കുട്ടികളോടുള്ള സമീപനം. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ കുട്ടി ഇവിടെ റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുത്തു. 10 വർഷം നബിയോടൊപ്പം ഉണ്ട്. നബിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ കൊച്ചുകുട്ടിയാണ്. പക്ഷെ ആ കുട്ടി നബിയെ കണ്ട് പഠിച്ചു. അതാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കൾ അങ്ങനെ ആയിരിക്കണം. മാതാപിതാക്കൾ സാലിഹാകണം, എങ്കിലേ മക്കൾ സാലിഹാവുള്ളൂ. അത് വലിയൊരു കടമയാണ്. അല്ല വാപ്പ നിസ്കരിക്കുന്നു പറഞ്ഞിട്ട് കട്ടിന്മേ കിടക്കുക റാഹത്തായിട്ട് സിഗരറ്റും വലിച്ചോണ്ട് കാര്യമില്ല. അല്പം മണിച്ചമ്പാട്ടും അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനത്തെ തീമാണെങ്കിൽ എങ്ങനെ മക്കൾ സാലിയാവും? വാപ്പ സിഗരറ്റ് വലിക്കുന്നവനാണെങ്കിൽ ഉറപ്പിച്ചോ മക്കൾ വലുതാകുമ്പോൾ വാപ്പയേക്കാൾ നല്ല വലിക്കാരനാവും. അതിനേക്കാൾ കൂടിയ ബ്രാൻഡ് ചിലപ്പോൾ അടിച്ചൊന്നും വരും. നമ്മൾ കാണിച്ചു കൊടുക്കുന്നൊരു ശീലം ഒരിക്കലും പാടില്ല. നമ്മൾ കുറെ നന്നാവേണ്ട വശമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, പറയാൻ സമയമില്ല, ഒരുപാട് സമയം പോകണ്ടാണ്. ഖദർ നബി അലൈഹി ഇസ്ലാമിന്റെ മൂസാ നബിയുടെ ചരിത്രം അറിയില്ലേ? സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം ഓതേണ്ട സൂക്തമാണ്. 3 പ്രാവശ്യം ഓതണമെന്നാണ്. സൂറത്തുൽ കഹ്ഫ് പറയുന്നില്ലേ, അവര് ഒരു നാട്ടിലേക്ക് ചെന്നു, അവരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. മോശപ്പെട്ട നാട്ടുകാർ അവരെ തിരസ്കരിച്ചു, ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ തിരിച്ചും കൂടെ പോരുമ്പോഴത്തേക്കും ഖദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇങ്ങോട്ട് വാ, ഒരു പണിയുണ്ട്. എന്നിട്ട് അവിടെ ഒരു വീടിന്റെ മതിൽ വല്ലാതെ പൊളിയാറായിരിക്കുക. ആ മതിൽ കറക്റ്റ് കെട്ടിക്കൊടുത്തു. ഖുർആനാണ് ഈ സംഭവം പറയും. ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അജ്ഞരാണ്. ഖുർആനിൽ തൊട്ട് ഒരുപാട് അകന്നു പോയിട്ടുണ്ട്.
മതിൽ പണി പരിപൂർണമായി പൂർത്തീകരിക്കുകയാണ്. ഹളർ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വേണ്ടി ചെന്നതാണല്ലോ മൂസാ നബി അലൈഹി സ്വലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഭക്ഷണം തരാത്ത ഈ ടീമിന്റെ ഈ നാട്ടുകാർക്ക്, അവരിൽപ്പെട്ട ഒരു വീട്ടുകാർക്ക് എന്തിനാ ഇങ്ങനെ മതിൽ കെട്ടിക്കൊടുത്തത്? നാം മതിൽ കെട്ടിയിട്ട് അവരുടെ പൈസ എങ്ങനെ ചോദിക്കണ്ടേ? ചെയ്തു കൊടുത്തൊരു പണിയല്ലേ, അതിന്റെ പൈസ ചോദിക്കും. ഫുലൂസ് മാഫിയ എന്താ പൈസ ഒന്നും വാങ്ങാത്ത എന്താണ്? ഹളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാര്യം പറഞ്ഞു കൊടുത്തു. വഅമ്മൽ ജിദാറു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അയ്യുർഹിഖഹുമാ തുഗ്യാനം വകുഫറാ. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا. ഭയങ്കര വാക്കാണ് പറഞ്ഞത്. ഞാനാ കെട്ടിക്കൊടുത്തതാകുന്ന മതിലിന്റെ ചുവടെ മനോഹരമായ ഒരു സ്വർണത്തിന്റെ നിധികുംഭാരമുണ്ട്. ആ വീടിന്റെ ഉടമസ്ഥർ 2 ചെറിയ കുട്ടികളാണ്. വാപ്പ മരണപ്പെട്ടു പോയതാണ്. വാപ്പ കുട്ടികൾ 2 പേരുടെയും വാപ്പ വക്കാന അബൂഹുമാ സാലിഹാ, വാപ്പ സാലിഹായ മനുഷ്യനായിരുന്നു എന്ന് ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ. വാപ്പ ഒരു സാലിഹായ മനുഷ്യനാണ്. വാപ്പ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും അദ്ദേഹം ഇവിടെ കുഴിച്ചിട്ടതാണ്, ഭൂമിയിൽ കുഴിച്ചിട്ടതാണ്. അവിടെ ഇപ്പൊ ഒരു മതിൽ വന്ന്, ആ മതിൽ ഇപ്പൊ നേരത്തെ പൊളിഞ്ഞു വീണാല് ഈ മക്കളിപ്പോ കുട്ടികളാ, എത്തി മക്കളാണ്, ചെറിയ പൊടി പൈതലുകളാണ്. ഇവര് വളർന്നു വലുതാകുന്നതിന് മുമ്പായി അത് മറ്റാരെങ്കിലും കൈക്കലാക്കും. അതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ടാണ് അവിടെ തന്നെ ഞാൻ വീണ്ടും മതിൽ പുനർനിർമ്മിച്ചത്. അത് കൊഴിഞ്ഞു വീഴുമ്പോഴത്തേക്ക് ഈ മക്കള് പ്രായപൂർത്തിയെത്തും. അപ്പോൾ ഇവര് പിന്നെ കെട്ടാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇതെന്തായാലും കാണും, സ്വർണത്തിന്റെ നിധി അത് അവർക്ക് തന്നെ കിട്ടും. അവകാശപ്പെട്ട സ്വത്ത് വാപ്പ സാലിഹായ കാലഘട്ടത്തിൽ വാപ്പ സാലിഹായിരുന്ന മനുഷ്യൻ, അദ്ദേഹം ഹലാലായ മാർഗത്തിലൂടെ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സമ്പാദ്യം അതെവിടെ കുഴിച്ചിട്ടോ അത് അർഹതപ്പെട്ട നിലയ്ക്ക് മക്കളിൽ എത്തണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. എന്തുകൊണ്ട്? അവരുടെ വാപ്പ നല്ല സാലിഹായ മനുഷ്യനായിരുന്നു. ആ സാലിഹായ മനുഷ്യന്റെ മക്കൾക്ക് ഇത് കിട്ടുക തന്നെ വേണം. കാരണം അദ്ദേഹത്തിന്റെ സുഹൃതം കൊണ്ട് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ വാപ്പ സാലിഹാണ് എങ്കിൽ തീർച്ചയായിട്ടും മക്കൾ സാലിഹ്യങ്ങളാകും, ഉറപ്പാണ്. വാപ്പ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല വാപ്പ സാലിഹാണ് എങ്കിൽ ആ മക്കളെ നന്മയിലേക്ക് നയിക്കാൻ എളുപ്പമാകും. വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയാലും അള്ളാഹു ആ മക്കളുടെ കാര്യം ഏറ്റെടുക്കും, സമ്പത്തും ഏറ്റെടുക്കും. അതാണ് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഉറക്കെ പറഞ്ഞു, സയ്യിദുനാ ഈസാ ഒരു സാധാരണ വ്യക്തിയല്ല. ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകന്മാരിൽ നിന്ന് തന്നെ വലിയ അത്യുത്കൃഷ്ട പദവിയുള്ള വ്യക്തിയാണ് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. നല്ല മനുഷ്യനാണ്. അത് ഉമ്മാക്ക് പിറന്നു. എങ്ങനത്തെ ഉമ്മയാണ്? സാലിഹത്തായ ഉമ്മയാണ്. ഖുർആൻ ഈ 2 സംഭവം പറയുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. മറിയം ബീവിയുടെ ഉമ്മ ഹന്നത്ത് ബീവി കുട്ടി പ്രസവിച്ചപ്പോഴത്തേക്ക് കുട്ടിക്ക് പേര് വെച്ച് മറിയം. പേര് വെച്ചിട്ട് കുട്ടിയുടെ പടച്ച റബ്ബേ ഇന്നി അഊദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, ഇവിടെ ഞാൻ കാവൽ തേടുന്നു പിശാചിനെ തൊട്ട് എന്ന് കാവൽ തേടിയിട്ടാണ് ദുആ ചെയ്ത് വിടുകയാണ്. നമ്മളങ്ങനെ ദ്വാരക്കാരുണ്ട്. അതാണ് പറയുന്നത്, കാതിലങ്ങനെ ഊതിക്കൊടുക്കണം. ഈ ആയത്ത് തന്നെ ഓതണം. അതാ പണ്ഡിതന്മാർ പറയുന്നത്. ഏതായത്ത്? ഇന്നി അഊദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ വാല് കേട്ടിട്ട് ഹോ എന്ന് പറഞ്ഞ് വിട്ടുപോയാൽ പോരാ. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഡെയിലി ഇതൊക്കെ ചെയ്യേണ്ടതാണ്, അമലുകൾ ചെയ്യേണ്ടതാണ്. കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ടതുണ്ട്. പഴമക്കാർ ഇതൊക്കെ നല്ലതുപോലെ അറിയുന്നവരാണ്. ഇന്ന് നമുക്ക് ഒന്നേ അറിയുള്ളൂ, ബാങ്ക് വിൽക്കാമത്തും. അത് തന്നെ എവിടെ കൊടുക്കണമെന്ന് അറിയാൻ പറ്റില്ല, എപ്പോഴാണെന്ന് പോലും അറിയാൻ വരാം. കൊടുക്കണമെന്നറിയാം. അതിന് നമ്മൾ ആളെ തപ്പിക്കൊണ്ട് നടക്കാൻ. ആളെ ഒന്നും തപ്പണ്ട, എത്രയും വേഗം കൊടുക്കണം. കാരണം കുട്ടിയുടെ കാതിലേക്ക് ആദ്യം തന്നെ കേൾപ്പിക്കേണ്ടത് ഈ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഈ വാക്കാണ്. അതെങ്ങനെ കൊടുക്കാൻ? ബാങ്കും കൊടുത്തു, ഇക്കാമത്തും കൊടുത്തു, ഇനി നിസ്കാരമുണ്ട്. അതെപ്പോഴാണ്? മരിച്ചു കഴിയുമ്പോൾ. ബാങ്കും ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ നടക്കാൻ പോകുന്നത് മയ്യിത്ത് നിസ്കാരാണ്. അല്ലേ? ബാങ്കും ഇക്കാമത്തും കൊടുത്താൽ പിന്നെ നിസ്കരിക്കണ്ടേ? സാധാരണ രീതിയിൽ ബാങ്കും ഇക്കാമത്തും കൊടുത്താൽ പിന്നെ പെട്ടെന്ന് അടുത്ത പരിപാടി എന്താണ്?
നിസ്കാരാണ്. അഥവാ അത്ര സമയമേ ഉള്ളൂ ഈ ദുനിയാവിൽ. നിനക്കിനി അടുത്തത് മരണമാണ്. അതാണ് അത് കുറിക്കുന്നത്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വലതുവി വാദം കൊടുത്ത് ഇടതുവി ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ, ഇക്കാമത്ത് കൊടുത്താൽ പിന്നെ എന്ത് വേണം? ഇമാമ് കയറി എന്നിട്ട് അല്ലാഹു അക്ബർ. ഇമാമും ജമാഅത്താണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ പുരുഷന്മാരെങ്കിലും ബാങ്ക് ഇക്കാമത്ത് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് കൈയിട്ട് സുന്ന നിയ്യത്ത് വെച്ചിട്ട് കൈയിട്ട് നിസ്കരിക്കാൻ. സ്ത്രീകളാണെങ്കിലോ ബാങ്കില്ല, ഇക്കാമത്ത് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് ഇക്കാമത്താൻ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് ഇക്കാമത്താൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോന്ന് അല്ലാഹു അല. നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാണ്, ബാങ്ക് ഇക്കാമത്തും കൊടുക്കാറുണ്ടോ? നമ്മൾ എവിടെ കൊടുക്കും? അങ്ങോട്ട് നീയത്ത് വെച്ച് കഴിയിട്ട് ഒക്കെ. അതാ പറയുക, നമുക്കൊന്നും അറിയില്ല. തുടക്കത്തിൽ തുടങ്ങണം. ഇനി കുറേ പരിപാടിയുണ്ട്, കുറേ ക്ലാസ് കിട്ടാറുണ്ട്. ഇൽമു നമുക്ക് വളരെ കുറഞ്ഞു പോയി. കുറെ ജഗബോഗ കാണിക്കലല്ല, കുറെ ഇൽമു കിട്ടലില്ലാണ് കാര്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൽമു കിട്ടിയില്ല പിന്നെ എന്താ കാര്യം? അതുകൊണ്ട് ഇൽമാകണമല്ലോ, ദുൽമാകരുത്, അക്രമമാകരുത്. കുറെ ഇൽമു കിട്ടിയില്ല, ഫായിദയില്ല. സ്ത്രീകൾക്ക് ഇക്കാമത്ത് കൊടുക്കണം. ഒരു വക്കത്ത് നിസ്കരിച്ചു, നീ സുബൈ നിസ്കരിച്ചു. ചിലര് കലാ വെട്ടുന്നുണ്ടാവും. അവന് ളുഹർ നിസ്കരിക്കാൻ കിടക്കാൻ അസറുണ്ട്. ളുഹർ നിസ്കരിച്ചു, ഇനി അസർ നിസ്കരിക്കുമ്പോൾ വീണ്ടും ഇക്കാമത്ത് പുതുക്കണം. ഇക്കാമത്ത് കൊടുത്തിട്ട് അടുത്ത് നിസ്കരിക്കണം. അസറിന്റെ നിയ്യത്ത് വെച്ചിട്ട് വീണ്ടും നിസ്കരിക്കണം. ആരാ ശ്രദ്ധിക്കണം? നിയ്യത്ത് വെക്കുക, കൈയ്യട്ടുക. ഇക്കാമത്ത് കൊടുത്തൊക്കെ സമയം കളയുന്നതിന്. ഇതാണ് നമ്മുടെ അവസ്ഥ. നിർബന്ധമാണ് മുസ്ലിയാരെ, അതല്ല. പക്ഷെ ചെയ്യേണ്ട അമലുകൾ ചെയ്യേണ്ടതുപോലെ ചെയ്തെങ്കിലേ പ്രതിഫലം ഉണ്ടാവുള്ളൂ. പരിപൂർണമായ പ്രതിഫലം കിട്ടേണ്ട ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലല്ലോ ഇസ്ലാം. സ്ത്രീകൾ എത്ര പേരുണ്ട് ഇഖാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കുന്നവർ? എത്ര ആളുകളുടെ ശ്രദ്ധിക്കുന്നവർ? സഹോദരിമാരൊന്നും അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. നിയ്യത്ത് പോലും വെക്കാതെ വെറുതെ കൈയ്യട്ടി നിസ്കരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. തറാവി നിസ്കരിക്കാൻ വേണ്ടി കൈയ്യട്ടി അങ്ങനെ നിസ്കരിക്കൽ തന്നെ. നിയ്യത്ത് തന്നെ ഇല്ല, ഫാത്തിഹ സൂറത്തില്ല. എന്താണ് നമ്മുടെയൊക്കെ ജീവിത ശൈലി? നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 7-ന്റെ അന്ന് കുട്ടിക്ക് വേണ്ടി അക്കീക്കയുടെ അറവുണ്ട്. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പള്ളികൾ, അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവാൻ. അന്ന് തന്നെയാണ് പേരിടൽ കർമ്മം നടത്തുന്നത്. 2 വയസ്സെത്തിയ തന്നെ ആടിനെ വേണം, മാടിനെ വേണം അറക്കാൻ. ആൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ 2 ആട് സുന്നത്തുണ്ട്. പെൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ, നിനക്കുണ്ടായതെങ്കിൽ 1 ആട് സുന്നത്തുണ്ട്. ഇതൊക്കെ പഠിക്കേണ്ടതാണ്. അങ്ങനെയാണ് ശറഅ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അതല്ല, ഒരാൾക്ക് 1 ആടെ അറുത്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആൺകുട്ടിയാണ് ജനിച്ചത്, ആയിക്കോട്ടെ, അത് അറുത്തു കൊടുത്തോളൂ. അങ്ങനെ തന്നെ ചെയ്യും. ഒരു പോത്തിനെ അറുത്തു കൊടുക്കാൻ കഴിവുള്ളവനാണ്, പോത്തിനെ അറുത്തു കൊടുക്കട്ടെ, ബിസ്മില്ലാ ചെയ്തോട്ടെ. പക്ഷെ 2 വയസ്സെത്തിയിരിക്കണം. ഇതിന് രണ്ടിനും നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടും മാടും ഒക്കെ 2 വയസ്സെത്തിയതാണെന്ന് എങ്ങനെ അറിയൂ ഉസ്താദേ? അത് അതിന്റെ കച്ചവടക്കാരോട് ചോദിക്കുക. കളവ് പറഞ്ഞാൽ അവനെ കാലെ കെട്ടിയിട്ട് പടച്ചോൻ ശിക്ഷിച്ചോളൂ. കളവ് പറയുന്ന ആളുകൾ അനവധിയാണ് ആ വിഷയത്തിൽ. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ഉളുഹിയ്യത്തിന്റെയും മറ്റും ആടുമൊക്കെ പോത്തിനെയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ചോദിക്കാണ്ട് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയസ്സെത്തിയതോ ഡയറി ആയിട്ട് എടുത്തോ. കാരണം കച്ചവടം നടക്കാൻ വേണ്ടി കളവ് പറയുന്നവർ ധാരാളം ആളുകളുണ്ട്. അവർ അശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് ആ പറയുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അറിവില്ല എങ്കിൽ അറിവില്ല എന്ന് പറയണം. അറിവുണ്ട് എങ്കിൽ അതനുസരിച്ചിട്ടേ കച്ചവടം ചെയ്യാവുള്ളൂ. കച്ചവടത്തിന് കൃത്രിമത്വം കാണിച്ചാൽ അദാബാണ്. അല്ലാഹു കാക്കട്ടെ. അക്കീക്ക, എൻ്റെ മകൻ മുഹമ്മദിന്റെ പേരാണോ അവരുടെ പേര്, ആ പേരിട്ടിട്ട് എൻ്റെ മകൻ ഇന്ന ആളുടെ സുന്നത്തായ അക്കീക്കയാണിത് എന്ന് കരുതി നിയ്യത്ത് ചെയ്തിട്ട് വേണം അറവ് നടത്താൻ. ബിസ്മില്ലി മുസ്ലിമായ വ്യക്തി അറവ് നടത്തുന്നു. വാപ്പ തന്നെ കഴിയുമെങ്കിൽ അറവ് നടത്തി, ഇല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കൻ. ചെയ്യുന്നവൻ ആരായിരുന്നാലും മുസ്ലിം ആയിരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അറവ് വെട്ടുന്നവനൊക്കെ മിക്ക ആളുകളും, അറവ് അഥവാ അറക്കുന്ന മിക്ക ആളുകളും ചിലപ്പോൾ അമുസ്ലിമുകളുണ്ടാകും. അവരെ കൊണ്ട് അറപ്പിക്കാൻ പാടില്ല. അറവ് ശ്രദ്ധിക്കണം. അറവ് മുസ്ലിം ആയിരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കുട്ടിക്കോടുള്ള കടമയിൽ 2ാമത്തത് കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ മധുരം നൽകലാണ്. അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. മധുരം നൽകുക. അന്നത്തെ ദിവസം തന്നെ നമ്മളെല്ലാവർക്കും അത് സാധാരണ കൊടുക്കാറുണ്ട്. മിഠായി, ലഡു എന്തെങ്കിലും നമ്മൾ നൽകും സന്തോഷത്തിൽ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിച്ചത്, ഏതായിരുന്നാലും നമ്മൾ സന്തോഷം വെക്കുക. ആൺകുട്ടിയാണ് ജനിച്ചതിൽ അമിത ആഹ്ലാദം വേണ്ട, പെൺകുട്ടിയാണ് ജനിച്ചതിൽ അമിത ദുഃഖവും വേണ്ട. അത് 1ാമത്തെ കണ്ടീഷനാണ്. 2 മധുരം നൽകുക. 3ാമത്തത് കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക. അവനെ ബാങ്കും ഇക്കാമത്തും കൊടുക്കുക. 3ാമത്തത് അതാണ്, ബാങ്കും ഇക്കാമത്തും കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇക്കാമത്തും. 4ാമത്തത് അദ്ദേഹം പറയുന്നു, കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക. മനോഹരമായ പേര് കുട്ടിക്ക് നൽകുക, അനിവാര്യമാണ്. 5ാമത്തത് കുട്ടിക്ക് ദീൻ നൽകുക. ഉടനെയല്ല, കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ദീൻ കൊടുക്കുക. അവൻ അദബ് ശീലിപ്പിക്കുക.
കുട്ടിയെ ചെറുപ്പം മുതലേ അദബ് ശീലിപ്പിക്കണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു 3 കാര്യങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അദ്ദേഹം പറഞ്ഞു, 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ, അഥവാ കുട്ടി ജനിച്ചത് മുതൽ 7 വയസ്സ് വരെ മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം കളിക്കണം. ലാഇബുഹും സബ്ആ, അലി റളിയല്ലാഹു അൻഹു വാക്കാണ്. 7 വയസ്സ് വരെ കുട്ടിയോടൊപ്പം വാപ്പയും ഉമ്മയും ശരിക്ക് കളിതമാശയിൽ ഏർപ്പെടണം. അവനെ കളിപ്പിക്കുക, പന്ത് കളിപ്പിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഉസ്താദെ പ്രതിമകൾ അനുവദനീയമാണോ? ചെറിയ രീതിക്കുള്ള പ്രതിമകളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ കളിപ്പാട്ടങ്ങൾ വെച്ച് കൊടുക്കും, അത് അനുവദനീയമാണോ? പറ്റുന്നതാണ്. കുറേ പേരുടെ സംശയങ്ങളുടെ ഒരു ഉത്തരമാണ് ഈ വാത് കേട്ടോ. ചില ആളുകൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിനുള്ളൊരു ഉത്തരമാണ് ഈ നൽകുന്നത്. പ്രത്യേകിച്ച് സഹോദരിമാർ, കളിപ്പാട്ടങ്ങൾ കൊടുക്കാൻ പറ്റുമോ കുട്ടികൾക്ക്? കളിപ്പാട്ടം കൂടെ അവരുടെ പ്രായം അതാണ്. സ്വർണം നൽകാൻ പറ്റുമോ പുരുഷന്മാർക്ക്? വകതിരി വെത്തുന്നത് വരെ കൊടുക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിലുണ്ട്. കുട്ടിക്ക് വകതിരി വെത്തുന്നൊരു പ്രായം വരെ, അതുപോലെ 5 വയസ്സ് വരെ 6 വയസ്സ് വരെയൊക്കെ ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കുക. അതാണല്ലോ മസല. സ്വർണം ധരിപ്പിക്കാൻ പറ്റുമോ കുട്ടിക്ക്? നമ്മൾ കയ്യിൽ ചെയിനിട്ട് കൊടുക്കുമല്ലോ, കാല് കെട്ടിക്കൊടുക്കും, വള സ്വർണത്തിന്റെ തള കെട്ടിയിട്ട് കൊടുക്കും. പറ്റുമോ? പറ്റും. ഒരു 5-6 വയസ്സ് വരെ പറ്റുമെന്നാണ് പണ്ഡിതന്മാർ. ആൺകുട്ടികളുടെ, പെൺകുട്ടികളെ എന്തായാലും പറ്റും, ഇലാ യൗമുൽ ഖിയാമ പറ്റും. പക്ഷെ അന്ന് അമിതമാക്കണ്ട. ചിലർ നെഞ്ചത്ത് വലിയൊരു സംഭവം, കയ്യിൽ 2 കയ്യിലും ഉണ്ട്, കഴുത്തേലും ഉണ്ട്, ചെവിയിലും ഒന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിരി, അങ്ങനെ വേണ്ട. ഇപ്പൊ ഏറ്റവും വലിയ അപകടമുള്ളത് സ്വർണം പരമാവധി പുറത്ത് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. പ്രത്യേകിച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടുപോക്ക് ഇപ്പൊ വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. അവരുടെ കിഡ്നി എടുക്കുക, ലിവർ എടുക്കുക, പല പരിപാടികളുണ്ട്. ഒന്നുമില്ലെങ്കിലും സൂപ്പ് വെച്ചെങ്കിലും കുടിക്കുന്ന കൗമാണുള്ളത്. അതുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചുകൊള്ളുക. സ്വർണം ഒരുപാടിട്ട് ആഭരണങ്ങൾ ഇട്ട് അങ്ങനെ ധരിപ്പിക്കേണ്ടതില്ല. അനുവദനീയമാണ് ഇതൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. പെൺകുട്ടികൾക്ക് അനുവദനീയമാണല്ലോ, എന്തായാലും അനുവദനീയമാണ്, എല്ലാ പ്രായത്തിലും അനുവദനീയമാണ്. ലാഇബുഹും സബ്ആ, അലി റളിയല്ലാഹു അൻഹു പറയാണ് 7 വയസ്സ് വരെ കുട്ടിയോടൊപ്പം ശരിക്ക് കളിതമാശയിൽ ഏർപ്പെടുക, അവരെ കളിപ്പിക്കുക. അത് കഴിഞ്ഞാലോ 7 to 14 വരെ വസാഹിബുഹും സബ്ആ, അവരോടൊപ്പം പിന്നെ നീ നിലകൊള്ളേണ്ടത് പിന്നെ ഒരു 7 വർഷക്കാലം പിന്നീട് അങ്ങോട്ട് നിലകൊള്ളേണ്ടത് അവർക്ക് നല്ല മര്യാദ പഠിപ്പിച്ചുകൊണ്ടാണ്. മര്യാദ പഠിപ്പിക്കണം. മോനെ ഭക്ഷണം കഴിക്കേണ്ടത് അങ്ങനെ, വലത് കൈ കൊണ്ട് കഴിക്കൽ, ഇടത് കൈ കൊണ്ട് മലമൂത്ര വിസർജനം നടത്തേണ്ടത് ആ കൈയാണ് ഉപയോഗിക്കേണ്ടത്. മൂക്ക് പിഴിയേണ്ടത് ഇടത് കൈയാണ് വേണ്ടത്. വാ ഇങ്ങനെ തുറക്കുമ്പോൾ, കോട്ടുവായി വിടുമ്പോൾ ഇടത് കൈയുടെ പത്തി മറച്ചിട്ട് പരിപൂർണമായി അടച്ചു പിടിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. ബിസ്മി ചൊല്ലി ആഹാരം കഴിക്കണം. അടുത്ത് നിന്ന് തന്നെ ആഹാരം കഴിച്ചു തുടങ്ങണം. വാപ്പയും ഉമ്മയും ഇരിക്കുന്ന സദസ്സിൽ മക്കൾ വന്നിട്ട് ഇരിക്കാൻ പാടില്ല, ചമ്രം പടിഞ്ഞിരിക്കാൻ പാടില്ല. ഒരു കാലിന്മേൽ മറ്റൊരു കാല് കയറ്റി വെച്ച് കണ്ടിരിക്കാൻ പാടില്ല. അതൊക്കെ മിക്ക ഇന്ന് സമൂഹത്തിൽ കാണുന്ന സംഭവങ്ങളാണ്.